നമസ്കാരം. കേരള രാഷ്ട്രീയം ഒരു ഉപതെരഞ്ഞെടുപ്പ് യുദ്ധത്തിലേക്ക് കടക്കാനുള്ള ഒരുക്കത്തിലാണ്. ഒന്ന് വയനാടാണ്. അവിടെ രാഹുൽ ഗാന്ധി രാജിവെച്ച ഒഴിവിൽ നടക്കുന്ന ലോക്സഭാ മണ്ഡലത്തിലേക്ക് നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പ്. പ്രിയങ്ക ഗാന്ധിയാണ് കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയെന്ന് പ്രഖ്യാപിക്കപ്പെട്ട് കഴിഞ്ഞതാണ്. ആകെ 3 എണ്ണമാണ്. ഒന്ന് വയനാട്, അതുകൂടാതെ 2 എണ്ണം. ഒന്ന് ചേലക്കര, കെ രാധാകൃഷ്ണൻ ലോക്സഭയിലേക്ക് പോയ ഒഴിവിലുള്ള ഉപതെരഞ്ഞെടുപ്പ്. പാലക്കാട് ഷാഫി പറമ്പിൽ ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ഒഴിവിലുള്ള ഉപതെരഞ്ഞെടുപ്പ്. പാലക്കാടും ചേലക്കരയും. ഇതിൽ പാലക്കാടാണ് ഏറ്റവും മർമ്മപ്രധാനമായ ഈ ഉപതെരഞ്ഞെടുപ്പിലെ കേന്ദ്രം. അതിൻ്റെ കാരണം നിലവിൽ പാലക്കാട് BJP ആണ് 2ാം സ്ഥാനത്ത് എന്നുള്ളതാണ് ഒരു കാര്യം. ഷാഫി പറമ്പിൽ വളരെ ചുരുങ്ങിയ 3000 മാത്രം എടുത്ത ഒരു വോട്ടിന് വിജയിച്ച മണ്ഡലമാണ്. അത്രയധികം സേഫ് അല്ലാത്ത മണ്ഡലമാണ്. UDFനെ സംബന്ധിച്ച് LDFനും BJP ജയിക്കുമോ എന്നുള്ള ആശങ്കയും നിലവിലുണ്ട്. കഴിഞ്ഞ തവണ തന്നെ ക്രോസ് വോട്ടിങ്ങിലൂടെ CPM വോട്ടുകൾ ആണ് ഷാഫി പറമ്പിലിനെ വിജയിപ്പിച്ചത് എന്നുള്ളൊരു യാഥാർത്ഥ്യം കൂടി അവിടെയുണ്ട്. ഈ ഘട്ടത്തിൽ പാലക്കാട് മണ്ഡലത്തിൽ രാഹുൽ മാങ്കൂട്ടം സ്ഥാനാർത്ഥിയായി, കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായി വരും എന്നുള്ള വ്യാപകമായ ചർച്ചകൾ നടക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് ആണ് ഈ വീഡിയോയിൽ നമ്മൾ സംസാരിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടം കേരളത്തിൽ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാനത്തെ നേതാവാണ്. യൂത്ത് കോൺഗ്രസിനെ നയിക്കുന്ന ആൾ എന്നുള്ള നിലയിൽ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം അദ്ദേഹം പാലക്കാട് കേന്ദ്രീകരിച്ച് പല പ്രവർത്തനങ്ങളിലും ഏർപ്പെടുകയാണ്. അത് സംബന്ധിച്ച വാർത്തകൾ നിരവധി വന്നതാണ്. നേരത്തെ തന്നെ തെരഞ്ഞെടുപ്പ് റിസൾട്ട് വരും മുമ്പ് തന്നെ പാലക്കാട് അദ്ദേഹം കേന്ദ്രീകരിച്ചിരുന്നു. ഷാഫി പറമ്പിൽ വടകരയിൽ ജയിക്കാൻ ചാൻസ് ഉണ്ട് എന്നുള്ള സാഹചര്യത്തിൽ അദ്ദേഹം അവിടെ സ്ഥാനാർത്ഥിത്വത്തിനായി ശ്രമിക്കുന്നു എന്നത് സംബന്ധിച്ച വാർത്തകൾ ചാനലുകളും പത്രങ്ങളും ഒക്കെ റിപ്പോർട്ട് ചെയ്തിരുന്നു. എന്നാൽ ഇപ്പോൾ വിജയിച്ചു കഴിഞ്ഞതിന് ശേഷം രാഹുൽ മാങ്കൂട്ടത്തിന് അനുകൂലമായി കോൺഗ്രസിലൊരു പ്രതികരണ മഹാമഹം തന്നെ ഉണ്ടായി. പല നേതാക്കളും യുവാക്കൾ മത്സരിക്കണം എന്നത് സംബന്ധിച്ച സൂചനകളിലേക്ക് കടന്നു. അത് രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി എന്നുള്ള നിലയിലാണ്. VD സതീശനും അതിനോട് യോജിക്കുന്നു. പക്ഷേ രാഹുൽ മാങ്കൂട്ടം അവിടെ വരുന്നതിനോട് K ശ്രീകണ്ഠൻ ഉൾപ്പെടെയുള്ള പാലക്കാട്ടെ പ്രധാനപ്പെട്ട നേതാക്കൾ യോജിക്കുന്നുണ്ടോ എന്നത് സംബന്ധിച്ച വിരുദ്ധമായ വാർത്തകളും നേരത്തെ വന്നിരുന്നു. എന്നാൽ രാഹുൽ മാങ്കൂട്ടം യൂത്ത് കോൺഗ്രസ് ആകെയും ഷാഫി പറമ്പിലിൻ്റെ കൂടി ആഗ്രഹപ്രകാരം രാഹുൽ മാങ്കൂട്ടത്തിനാണ് ചാൻസ് കൂടുതൽ എന്നുള്ളതാണ് ഒടുവിൽ വരുന്ന വാർത്തകൾ. ഈ വീഡിയോയിലൂടെ നമ്മൾ പ്രധാനമായി പറയാൻ ഉദ്ദേശിക്കുന്നത് രാഹുൽ മാങ്കൂട്ടം പാലക്കാട്ടേക്ക് വരുമ്പോൾ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയെക്കുറിച്ച് പറയാനാണ്. നേരത്തെ ഷാഫി പറമ്പിലിനൊക്കെ ഉണ്ടായിരുന്ന ഒരു സ്വീകാര്യത മണ്ഡലത്തിൽ നേരത്തെ 3 തെരഞ്ഞെടുപ്പുകളിലും ശ്രദ്ധേയമായിരുന്നു. ഒടുവിലത്തെ തെരഞ്ഞെടുപ്പിൽ അത് പ്രധാനപ്പെട്ടൊരു വിഷയമായി വരികയും ചെയ്തു. ശ്രീധർ മെട്രോ മാൻ എന്നറിയപ്പെടുന്ന ഈ ശ്രീധരനായിരുന്നു അവിടെ BJPയുടെ സ്ഥാനാർത്ഥി. ശ്രീധരൻ ജയിക്കും എന്നുള്ളൊരു മട്ട് വന്നപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ CPM വോട്ടുകൾ ഷാഫി പറമ്പിലിനെ സഹായിച്ചു. അത്തരത്തിലുള്ള വോട്ടുകൾ സ്വീകരിക്കാൻ പറ്റുന്ന വിധത്തിലുള്ള വ്യക്തിത്വമാണോ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നതാണ് പ്രധാനപ്പെട്ട ചർച്ചയായി ഉയർന്നു വരുന്നത്. വടകരയിൽ ഷാഫി പറമ്പിലിൻ്റെ തെരഞ്ഞെടുപ്പ് കോർഡിനേറ്ററായി പ്രവർത്തിച്ച സമയത്ത് KK ശൈലജ ടീച്ചർക്കെതിരായ പ്രചരണങ്ങൾ CPM അണികൾക്കിടയിൽ വലിയ തോതിലുള്ള എതിർപ്പ് വിളിച്ചു വരുത്തിയിരുന്നു. അതിനൊക്കെ മുൻനിന്ന് പ്രവർത്തിച്ച ആൾ എന്നുള്ള നിലയിൽ രാഹുൽ മാങ്കൂട്ടത്തിന് അത്തരത്തിലുള്ള പ്രതിഷേധങ്ങളെ അതിവർത്തിക്കേണ്ടതുണ്ട്. ഈ സാഹചര്യത്തിലാണ് CPMൻ്റെ വോട്ട് കൂടി ആകർഷിക്കാവുന്ന വിധത്തിലുള്ള പ്രവർത്തന പദ്ധതിക്ക് യൂത്ത് കോൺഗ്രസും നേതൃത്വം നൽകുന്നത്. അതിൻ്റെ ഭാഗമായാണ് രാഹുൽ മാങ്കൂട്ടം കഴിഞ്ഞ ദിവസം വാർത്താ സമ്മേളനത്തിൽ ഇത് സംബന്ധിച്ച് ഒരു പ്രഖ്യാപനം തന്നെ നടത്തിയത്. CPMനെതിരായി കടുത്ത നിലപാട് സ്വീകരിക്കുന്ന, അതായത് ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷം പോലും KK ശൈലജയെ ഹിന്ദുത്വ രാഷ്ട്രീയം നിരന്തരമായി വിളമ്പുന്ന KP ശശികല എന്നിവരെ താരതമ്യപ്പെടുത്തുന്ന അവസ്ഥയിലേക്ക് രാഹുൽ മാങ്കൂട്ടം പോയിരുന്നു. ശശികല ടീച്ചർ എന്നും ശൈലജ ടീച്ചർ എന്നും വിളിക്കുന്നത് തുല്യമാണ് എന്ന നിലയിലും ഹിന്ദുത്വ രാഷ്ട്രീയത്തിന് തമ്മിൽ താരതമ്യമില്ല എന്നും വരുത്തി തീർത്ത മട്ടിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ പോയിരുന്നു. അതിൻ്റെയൊക്കെ തുടർച്ചയായി CPM അണികളിൽ വ്യാപകമായ കടുത്ത എതിർപ്പ് തന്നെ നേരിടുന്ന ഒരാളായി രാഹുൽ മാങ്കൂട്ടം മാറിയിരുന്നു. അത്ര തീവ്രമായ നിലയിലേക്ക് അദ്ദേഹം നിലപാടുകൾ സ്വീകരിച്ചിരുന്നു. ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ അല്ലെങ്കിൽ അദ്ദേഹത്തോടുള്ള സമീപനങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ നോക്കിയാൽ നമുക്ക് മനസ്സിലാകും അത്തരമൊരു സാഹചര്യമാണ് നിലവിലുണ്ടായിരുന്നത്. എന്നാൽ അതിനൊക്കെ അപ്പുറത്ത് പാലക്കാട് മണ്ഡലത്തിൽ അങ്ങനെ ഒരു മുഖവുമായി, തീവ്ര CPM വിരുദ്ധ മുഖവുമായി പോയാൽ വിജയിക്കുക എളുപ്പമല്ല എന്ന് മാത്രമല്ല, അങ്ങനെ ഒരു ക്രൂഷ്യൽ പോയിന്റിൽ വെച്ച് ഇത്തരത്തിലുള്ള സമീപനം തുടർന്നാൽ അത് തിരിച്ചടിക്കും എന്നുള്ള ബോധ്യം കൂടി ഉണ്ടായതുകൊണ്ടായിരിക്കണം CPM നിലനിൽക്കേണ്ടത് ആവശ്യമാണ്. CPM തളരുന്നത് BJPക്ക് വളമാകുമെന്നും CPM തളരുന്നതിൽ ഞങ്ങൾ സന്തുഷ്ടരല്ല എന്നുമുള്ള നിലപാട് രാഹുൽ മാങ്കൂട്ടം വാർത്താ സമ്മേളനം വിളിച്ച് പ്രഖ്യാപിച്ചത് അത് ശ്രദ്ധേയമായൊരു അഭിപ്രായമാണ്. ഇങ്ങനെയായിരുന്നു അദ്ദേഹം പറഞ്ഞിരുന്നത്. സത്യത്തിൽ എനിക്ക് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സ്നേഹിക്കുന്ന പാർട്ടിയുടെ പ്രവർത്തകരോട്, നിഷ്കളങ്കരായ പ്രവർത്തകരുണ്ടെങ്കിൽ അവരോട് എനിക്ക് അഭ്യർത്ഥിക്കാനായിട്ടുള്ളത്, നിങ്ങൾ ആ പാർട്ടിക്കകത്തൊരു തിരുത്തൽ ശക്തിയായി കടന്നു വന്നില്ല എങ്കിൽ, ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ക്ഷീണിക്കുന്നതനുസരിച്ച് ആ സ്പേസിലേക്ക് BJP കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം എനിക്ക് കമ്മ്യൂണിസ്റ്റ് വിരുദ്ധത ഉണ്ട് എങ്കിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിലനിൽക്കണമോ BJP നിലനിൽക്കണമോ എന്ന ചോദ്യത്തിന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിലനിൽക്കണമെന്ന് തന്നെയാണ് എൻ്റെ മറുപടി. കാരണം ആ സ്പേസിലേക്ക്
BJP-യെ പോലൊരു വർഗീയ ശക്തി കടന്നു വരാൻ പാടില്ല. രാഹുലിൻ്റെ പ്രസ്താവന വ്യക്തമാണ്. CPM-ലെ അണികൾ അങ്ങനെ എന്നോട് അധികം ദേഷ്യപ്പെടേണ്ട, ഞാൻ നിങ്ങൾക്ക് വേണ്ടി കൂടി നിൽക്കും എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നതിൻ്റെ അടിസ്ഥാന കാര്യം. ഇതിൻ്റെ കൂടി തുടർച്ചയായിട്ട് തന്നെ മറ്റു നേതാക്കളും ഇത്തരത്തിലുള്ള നിലപാടുകൾ രാഹുൽ മാങ്കൂട്ടത്തോട് അടുപ്പം പുലർത്തുന്ന നേതാക്കൾ പ്രഖ്യാപിക്കുന്നുണ്ട്. നേരത്തെ VD സതീശനും ഇക്കാര്യത്തിൽ ഒരു പ്രസ്താവന നടത്തിയിരുന്നു. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം നിരന്തരമായ ആക്രമണങ്ങളുടെ തുടർച്ചയായി ഇടയ്ക്കൊരു സംശയം വന്നതിന് ശേഷമായിരിക്കണം അത്തരത്തിലുള്ളൊരു പ്രസ്താവന VD സതീശനും നടത്തിയിരുന്നു. CPM തളരുന്നത്, BJP വളരും, ഞങ്ങൾക്ക് CPM തളരുന്നതിനോട് താല്പര്യമില്ല, അത് കേരളത്തിന് ആവശ്യമാണ് എന്ന് പറയുന്നതിലേക്ക് എത്തിയ നിയമസഭയിലെ പ്രസംഗത്തിൽ തന്നെ അദ്ദേഹം സൂചിപ്പിച്ച കാര്യം നമ്മുടെ മുമ്പിലുണ്ട്. ഈ ഘട്ടത്തിലാണ് രാഹുൽ മാങ്കൂട്ടവും ഇത്തരമൊരു പ്രതികരണവുമായി വരുന്നത്. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ പാലക്കാട് വിജയിച്ചു കയറുക എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു സാഹചര്യം സൃഷ്ടിക്കപ്പെട്ടതിന് ശേഷം, വടകരയിലെ കാര്യമാണ് ഞാൻ പറഞ്ഞത്, അതിനുശേഷം രാഹുൽ മാങ്കൂട്ടത്തിനുണ്ടായിരിക്കുന്ന ഇമേജിൽ ചേഞ്ച് വരുത്തേണ്ടതുണ്ട് എന്നുള്ളതാണ് ഈ പ്രതികരണത്തിലൂടെ അവർ കരുതുന്നത് എന്നാണ് എൻ്റെ വിചാരം. അത്തരത്തിലൊരു പ്രതികരണത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്ന കാര്യവും അതാണ്. ഇതിനോട് ചേർത്ത് വായിക്കേണ്ട മറ്റൊരു കാര്യം, രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ സ്ഥാനാർത്ഥിത്വത്തെക്കുറിച്ചുള്ള ചർച്ചകൾ ഇങ്ങനെ വരുന്ന ഘട്ടത്തിൽ അദ്ദേഹത്തെ അനുകൂലിക്കുന്ന ആളുകൾ അദ്ദേഹം അവിടെ സ്ഥാനാർത്ഥിയാകും എന്നുള്ള പ്രതീക്ഷ വെച്ച് പുലർത്തുന്നുണ്ട്, ചിലർ സൂചനകൾ നൽകുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ടൊരു പ്രതികരണം ചാണ്ടി ഉമ്മൻ കഴിഞ്ഞ ദിവസം നടത്തിയതാണ്. ചാണ്ടി ഉമ്മൻ ഇങ്ങനെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അല്ലെങ്കിൽ പാലക്കാട്ടെ സ്ഥാനാർത്ഥിത്വത്തെക്കുറിച്ച് നടത്തിയ പ്രതികരണം. തീർച്ചയായിട്ടും നല്ല സ്ഥാനാർത്ഥിയാണ്. കോൺഗ്രസിന്റെ യൂത്ത് കോൺഗ്രസിന്റെ നേതാവാണ്, യാതൊരു സംശയവും വേണ്ട. കഴിഞ്ഞ ദിവസവും ഡൽഹിയിൽ പോയി മർദ്ദനമേറ്റ നേതാവാണ്. ഈ പാർട്ടിക്ക് വേണ്ടി മുന്നിൽ നിൽക്കുന്ന എല്ലാവരും യോഗ്യരാണ്. ആരാ യോഗ്യരായിട്ടുള്ളവർ? 6 പേരും സ്വാഗതമാണ്. അത് പാർട്ടി തീരുമാനിക്കുന്നതനുസരിച്ച്. ഇപ്പം എനിക്ക് വ്യക്തിപരമായ അഭിപ്രായമില്ല. എൻ്റെ അഭിപ്രായം പാർട്ടിയുടെ അഭിപ്രായമാണ്. പാർട്ടി പറയുന്നതനുസരിച്ച് ഞാൻ മാത്രമല്ല, ഓരോ പ്രവർത്തകരും നിൽക്കും. അത് ഏത് തീരുമാനമെടുക്കാനുള്ള സ്വാതന്ത്ര്യം പാർട്ടിക്കുണ്ട്. ഇതിൻ്റെ തുടർച്ചയായി നേതാക്കൾ പലരും ഷാഫി പറമ്പിൽ തന്നെ യുവാക്കൾക്ക് പ്രാധാന്യം നൽകണം എന്ന് പറഞ്ഞിരുന്നു. അതിൻ്റെ തുടർച്ചയായി പല രീതിയിലുള്ള പ്രതികരണങ്ങൾ വരുന്നുണ്ട്. എന്തായാലും പാലക്കാട് കേന്ദ്രീകരിച്ചുള്ള ചർച്ചകൾ ഒടുവിലെത്തുക, കോൺഗ്രസ് വിജയിക്കാനുള്ള ചാൻസ് എത്രത്തോളമാണ് എന്ന വിശകലനത്തിൽ പോലും ഒടുവിലെത്തുക CPM-ൻ്റെ നിലപാടുമായി ബന്ധപ്പെട്ടതാണ്. കോൺഗ്രസ് ഉറ്റുനോക്കുന്നത് പ്രധാനപ്പെട്ട CPM-ൻ്റെ സ്ഥാനാർത്ഥി ആരാണ് എന്നുള്ള കാര്യത്തിലാണ്. അത് പ്രധാന കാര്യമാണ്. നേമത്ത് കെ മുരളീധരൻ മത്സരിച്ച 2021 തെരഞ്ഞെടുപ്പിൽ നേമത്ത് ശിവൻകുട്ടിയെ പോലെ അവിടെ കരുത്തനായ ഒരാളെ നിർത്തിക്കൊണ്ട് ആ സീറ്റ് പിടിച്ചെടുക്കുന്ന ഘട്ടത്തിലേക്ക് CPM കടന്നിരുന്നു. സമാനമായ സാഹചര്യം പാലക്കാട് CPM സൃഷ്ടിക്കുമോ എന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കുന്നതിൽ നിന്നും കോൺഗ്രസിനെ തൽക്കാലം പിൻവലിപ്പിക്കുന്നത്. അതിനുശേഷം അതിൻ്റെ വിവരങ്ങൾ അറിഞ്ഞതിന് ശേഷമേ അന്തിമ തീരുമാനത്തിലേക്ക് കോൺഗ്രസ് എത്തുകയുള്ളൂ എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. CPM പ്രധാനപ്പെട്ട നേതാക്കളെ അവിടെ നിർത്തുകയാണെങ്കിൽ അത്തരമൊരു സാഹചര്യം സൃഷ്ടിക്കപ്പെടും. അത് CPM-ഓ കോൺഗ്രസോ വിജയിക്കും എന്നുപോലും പറയാൻ പറ്റാത്ത സാഹചര്യത്തിലേക്ക് എത്തപ്പെടും എന്നാണ് കോൺഗ്രസിൻ്റെ തന്നെ വിശകലനം. നേമത്തത്ര പോലും സേഫ് അല്ല പാലക്കാട്. അതുകൊണ്ട് തന്നെ അത്തരമൊരു സാഹചര്യം സൃഷ്ടിക്കപ്പെട്ടാൽ രാഹുൽ മാങ്കൂട്ടം താഴെ പോകും എന്ന് മാത്രമല്ല, BJP കടന്നു കയറുമോ, CPM സ്ഥാനാർത്ഥി വിജയിക്കുമോ എന്നുപോലും പറയാൻ പറ്റാത്ത വിധത്തിൽ ആശങ്കയിലേക്ക് കാര്യങ്ങൾ എത്തും എന്ന് പ്രധാന നേതാക്കൾ ഈ കാര്യം ചർച്ച ചെയ്യുമ്പോൾ നിരീക്ഷിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ CPM-ൻ്റെ സ്ഥാനാർത്ഥിത്വം ഒന്നുകിൽ പ്രധാനപ്പെട്ട നേതാക്കളാകുമ്പോൾ അത്തരത്തിൽ നേരിടണം. രണ്ടാമതായി CPM-ൻ്റെ സ്ഥാനാർത്ഥിത്വം കഴിഞ്ഞ തവണത്തേതുപോലെ പ്രാദേശികമായി അത്രയധികം വലിയ മത്സരത്തിന് ചാൻസ് ഇല്ലാത്ത ഒരാളാണെങ്കിൽ ഈ പറയുന്നത് പോലുള്ള സാധ്യതകളുണ്ട്. അപ്പോഴും രാഹുൽ മാങ്കൂട്ടം സ്ഥാനാർത്ഥിയാകുമ്പോൾ ദുർബലനായ സ്ഥാനാർത്ഥിയാണ് LDF എങ്കിൽ പോലും ആ വോട്ടുകൾ രാഹുലിലേക്ക് പോകുമോ എന്നുള്ളതാണ് ബാക്കിയുള്ള ജയസാധ്യത അല്ലെങ്കിൽ BJP തോൽപ്പിക്കാനുള്ള വോട്ടുകൾ, BJP വോട്ടുകൾ എല്ലാം സമാഹരിക്കാൻ രാഹുൽ മാങ്കൂട്ടത്തിന് കഴിയുമോ എന്നുള്ളതാണ് നിർണായകമായ ചോദ്യം. അത്തരമൊരു ഘട്ടത്തിലേക്ക് തെരഞ്ഞെടുപ്പ് കാര്യം ആലോചിക്കുമ്പോൾ കോൺഗ്രസ് കടക്കുകയാണ്. അതുകൊണ്ട് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ സ്ഥാനാർത്ഥിത്വം ഷാഫി പറമ്പിലിനെ പോലെ എളുപ്പമല്ല. പൊതുസമ്മതം എന്നുള്ളൊരു കാര്യം അവിടെ വരുമോ എന്നുള്ളതാണ് ഉയരുന്ന ചോദ്യം. അത് മറികടക്കാനുള്ള തന്ത്രമാണ് ഇപ്പോൾ നടപ്പാക്കപ്പെടുന്നത്. CPM വോട്ടുകൾ ആകർഷിക്കുക, അതിനു വേണ്ടിയിട്ടുള്ള ഇമേജുകൾ സൃഷ്ടിക്കപ്പെടുക എന്നുള്ളത്. ഇതിൻ്റെ ഭാഗമായി ബൂത്ത് തലത്തിലുള്ള പ്രവർത്തനങ്ങളിലേക്ക് യൂത്ത് കോൺഗ്രസ് കടക്കുകയാണ്. അത് പരസ്യമായി തന്നെ കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിലൂടെ അദ്ദേഹം യൂത്ത് കോൺഗ്രസ് തന്നെ പ്രഖ്യാപിക്കുകയുണ്ടായി. രാഹുൽ മാങ്കൂട്ടവും അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്കിലൂടെ ഈ കാര്യം പറയുകയുണ്ടായി. ഇതിൻ്റെ തുടർച്ചയായി ആദ്യകാല പ്രവർത്തനം അല്ലെങ്കിൽ ആദ്യഘട്ട പ്രവർത്തനം ഇപ്പോൾ പാലക്കാടാണ് നടക്കുന്നത്. എന്ത് നടന്നാലും ഉടനെ പാലക്കാട് നടക്കുന്നു എന്ന് പറയുകയും അതിന് രാഹുൽ നേതൃത്വം നൽകുകയും ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഉദ്ദേശം നമുക്ക് ഈ പറഞ്ഞ പോലെ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള പ്രവർത്തനങ്ങളാണ്. ഇപ്പോഴേ വോട്ട് സമാഹരിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിലേക്ക് രാഹുൽ മാങ്കൂട്ടവും യൂത്ത് കോൺഗ്രസും കടക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. അതിൻ്റെ കൂടി പ്രതികരണം ആയാണ് ചാണ്ടി ഉമ്മൻ അക്കാര്യം പറയുകയും ചെയ്തിരുന്നത്. അങ്ങനെ ഒരു യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് എവിടെ വേണേ പ്രവർത്തിച്ചൂടെ? പുള്ളി യൂത്ത് കോൺഗ്രസിന് വേണ്ടി പ്രവർത്തിക്കുന്നത്. അവന് പുതിയ മാനദണ്ഡമൊന്നും കൊണ്ടുവരണ്ട. യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് എവിടെ വേണേ പോയി പ്രവർത്തിക്കാം. അതിന് അവകാശം പുള്ളിക്കുണ്ട്. കാരണം യൂത്ത് കോൺഗ്രസിന് പുള്ളി വടകരയാണല്ലോ ഇലക്ഷൻ മൊത്തം ഉണ്ടായിരുന്നത്.
വേറൊരു സ്ഥലത്തും അത് വടകര കേന്ദ്രീകരിച്ചിരിക്കുകയായിരുന്നു. അതിന്റെ അർത്ഥം പുള്ളി എവിടെയാണോ തിരഞ്ഞെടുക്കുന്നത് അവിടെ പ്രവർത്തിക്കും. അത് സംസ്ഥാനം മൊത്തം പ്രവർത്തിക്കാനുള്ള അവകാശമുണ്ട്. വടകര പ്രവർത്തിച്ചപ്പോൾ അതിനകത്ത് വടകര മത്സരിക്കുന്നതാണോ? എന്തായാലും പാലക്കാട് തെരഞ്ഞെടുപ്പ് വരുമ്പോൾ പ്രധാന ചർച്ച സ്ഥാനാർത്ഥി ആര് എന്നുള്ളതിനപ്പുറത്ത് എല്ലാ വോട്ടുകളും സമാഹരിക്കാൻ, BJP വിരുദ്ധ വോട്ടുകൾ സമാഹരിക്കാൻ കഴിയുന്ന സ്ഥാനാർത്ഥിയാണോ എന്നുള്ളതാണ് കോൺഗ്രസിനെ സംബന്ധിച്ച് പ്രധാനം. അല്ല, രണ്ടും കൽപ്പിച്ചിട്ടുള്ള ഫൈറ്റിന് CPM വരുമോ എന്നുള്ളതാണ് മറ്റൊരാകാംക്ഷ. അതേസമയം BJPയുടെ സ്ഥാനാർത്ഥി ആര് എന്നുള്ളതാണ്. ശോഭാ സുരേന്ദ്രൻ നമുക്കറിയാം കഴിഞ്ഞ BJPയെ പാലക്കാട് ആദ്യമായി 2ാം സ്ഥാനത്ത് എത്തിച്ച ആളായി BJP സ്ഥാനാർത്ഥി വരുമോ എന്നുള്ള ചോദ്യം കൂടിയുണ്ട്. കാത്തിരുന്ന് കാണാം. നന്ദി, നമസ്കാരം.